ഒരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ഇടണം തോന്നി. ആശുപത്രിയും രോഗികളെ രക്ഷിക്കുന്നതും വസൂരി വന്ന് രക്ഷിക്കുന്നത് അങ്ങനെ കുറേ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടു. അപ്പോൾ എനിക്കിത് ഇടണം തോന്നിയേ. ഇതിപ്പോൾ ആരെയും കുറ്റം പറയാനോ, നമ്മൾ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ദൈവം രക്ഷിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ദൈവങ്ങൾ രക്ഷിക്കുക രക്ഷിക്കാതിരിക്കുക, അതിൽ അദ്ദേഹം പറയുന്ന കാരണങ്ങൾ ആശുപത്രിൻ്റെ എല്ലാത്തിനും ദൈവമല്ല, അതായിക്കോട്ടെ, അങ്ങനെ പറയുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ അതൊക്കെ അതിനിങ്ങനെ വെറുതെ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ്. അതൊക്കെ ഓരോ മനുഷ്യൻ്റെ വിശ്വാസങ്ങളാണ്. പക്ഷെ ചെയ്യുന്നത് പോലൊക്കെ തന്നെയാണ് കൂടി അതിന് നമ്മൾ അന്ധമായിട്ട് പേരുറച്ചു പോയി. പക്ഷെ അതല്ല, അവിടെയല്ല അതിൻ്റെ കുഴപ്പം. നമ്മൾ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത് പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. സൂര്യൻ പ്രകാശം ഭൂമിയിൽ തന്നെ 8 മിനിറ്റ് എടുക്കും. 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ സൂര്യൻ ഭൂമിയിൽ അകലം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയും സഞ്ചരിച്ചിട്ട് ഈ സൂര്യനേക്കാൾ എത്രയോ വലിയത് കണ്ടെത്തിയാണ്. സൂര്യനേക്കാൾ എത്രയോ വലിയ അനന്ത കോടി നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഗാലക്സി സമൂഹം. എത്രയോ അനന്തകോടി ഗാലക്സികൾ ചേർന്നാണ് മിൽക്കി വേ. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം വളരെ വലുതാണ്. ഈ പ്രപഞ്ചത്തിനെയാണ് ഒരാൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട്, ചിലർ കൂടുതൽ പറയുന്നുണ്ട്, ചിലർ കുറച്ച് പറയുന്നുണ്ട്, ചിലർ ഉറപ്പിച്ച് പറയുന്നത് ഒരാൾ ഇതെങ്ങനെ സൃഷ്ടിക്കുക. ഇതിനുള്ള ഉത്തരം ബാക്കി നിങ്ങൾ മതവിശ്വാസമോ ആചാരപ്രമാണങ്ങളോ പരമ്പരയായിട്ട് കൊണ്ടു നടന്നത് എന്തെങ്കിലും കൊണ്ടെടുക്കാം. അതിലൊന്നും ആർക്കും ഞാനും വിശ്വാസമുള്ള ആളെ തന്നെ. ഞാൻ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിശ്വസിച്ചിട്ട് പോകുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ചിലർ പുറത്ത് പറയാതിരിക്കും, അതൊക്കെ വിശ്വാസ പ്രമാണങ്ങളാണ്. പക്ഷെ ഒരു സൃഷ്ടികർത്താവ് ഈ പ്രപഞ്ചത്തിനില്ല, അത് ഉറപ്പിച്ച്. ഇനി അങ്ങനെ സങ്കല്പത്തിനുമില്ല. ആ ഭാഗമായിട്ട് ഒഴിവായിക്കളാം. ബാക്കിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ, ഇല്ലാത്തത് ശുദ്ധ വെട്ടിത്തരല്ല. എങ്ങനെ ഇത്രയും വലിയൊരു സാധനം ഒരാൾ സൃഷ്ടിക്കുക? അതവരെ വലുതായിട്ടൊന്നും കാണില്ല. ഇപ്പോൾ സോക്രട്ടീസിന് നാളെ ആരെയോ പറഞ്ഞ പോലെ തന്നെ വിഷം കൊടുത്തു എന്ന് തന്നെ അയാൾ പറഞ്ഞു, ഞാൻ മരിച്ചാലും വിഷം കുടിച്ചാലും ഭൂമി ഉരുണ്ടന്നെ ഇരിക്കുന്നു. അതിന് മാറ്റൊന്നും മൂപ്പരെടുത്ത് കുടിച്ചു. അവർക്ക് അത്രയേ ഉള്ളൂ, ലൈഫിന് അത്രയേ വില ഉള്ളൂ. അപ്പോൾ അത് 100% തെറ്റാണ്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വലിയ സാധനമാണ്. അതിനൊരു മനുഷ്യനോ ഒരു ദൈവത്തിനോ സൃഷ്ടിക്കാൻ സാധ്യമല്ല. പ്രകൃതിക്കൊരു യൂണിവേഴ്സൽ, അതിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ബാക്കി എന്തെങ്കിലുമൊക്കെ പറയാം, ഓരോരുത്തർക്ക് പറയാനുള്ളതുണ്ടല്ലോ. അപ്പോൾ അത് ചിന്തിക്കുക. ഈ ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിത്തരാണ്. അങ്ങനെ ഒരാൾക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. കൈകൊണ്ട് എങ്ങനെ സൃഷ്ടിക്കുന്നപ്പോൾ അത് കൈകൊണ്ട് ഇങ്ങനെ വീതിട്ടോ, അതോ മനസ്സുകൊണ്ട്? എന്തെങ്കിലും ഒരു രീതി വേണ്ടേ? ഒന്നിൽ കൈകൊണ്ടാവാം, അല്ലെങ്കിൽ മനസ്സുകൊണ്ടാവാം. ഈ രണ്ടും അല്ലാണ്ട് ഇപ്പം പിന്നെ ഇങ്ങനെ ഒന്നിൽ കൈകൊണ്ട് നീക്കിയിട്ട് വേണം അവളെ ദൈവങ്ങളെ അല്ലാനും സൃഷ്ടിച്ചു. ഇതിൻ്റെ എന്തോ ഒരു രീതി പറഞ്ഞേരി. എങ്ങനെ സൃഷ്ടിക്കുന്നു ഒരാൾ? എങ്ങനെ വേറൊരു പ്രപഞ്ചത്തിനെ, ഭൂമിയെ, മനുഷ്യനെ, പക്ഷിമൃഗാദികളെ എല്ലാത്തിനും എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുന്നു? അതൊരു രീതി പറയും. ഒരു രീതി ഉണ്ടാവില്ല ഇതിനൊക്കെ. അപ്പോൾ മനുഷ്യനോടെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനൊരു രീതിയുണ്ട്. അതുപോലെ ഒരു സങ്കല്പത്തിന് അങ്ങനെ വെച്ചുകൊണ്ട് കൂടാനുകൂടി സംഗതികൾ, ഇതൊക്കെ ഒരു ഇതിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ ഒരു അറിവില്ലായ്മ കൊണ്ട് ചെറുതെന്ന് പറഞ്ഞു, ചെറിയ ഭൂമി, ചെറിയ നഷ്ടം, എന്തൊക്കെയോ പറയാൻ. മഴ പെയ്യുന്ന പറഞ്ഞ പോലത്തെ മഴയിനെ ശാസ്ത്രീയമായി ഇതൊക്കെ ക്യാമറയിൽ വന്നിട്ട് കണ്ടുപിടിച്ച ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയതാണ്. അപ്പോൾ എന്ത് വെച്ചാൽ ആ വാക്കുകൾ കഴിയുന്ന ഒഴിവാക്കുക. ഇനി പറഞ്ഞാൽ നിവൃത്തിയൊന്നുമില്ല, പറയേണ്ടവർ പറയും. അല്ലാണ്ട് എന്താ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നു, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് അത് കട്ട് ചെയ്തായിട്ട് ഒഴിവാക്കിയാൽ ബാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂടി. അത് ആർക്കും എന്തും പറയാലോ, അതിന് വിശദീകരണം കൊടുക്കാം.